ശ്ലോകം 9. മാർക്കണ്ഡേയൻ ഈ വിധത്തിൽ മായയെ മനസ്സിലാക്കി, മായയെ ജയിച്ചു. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്ന് ശിവൻ അറിഞ്ഞു. അപ്പോൾ ശിവൻ അനുഗ്രഹിക്കാൻ വേണ്ടി വരികയാണ്. ഗൗര്യാസാർത്ഥം, പാർവതിയോടുകൂടി, തദഗ്രേ, അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പുരഭിത്, പുരങ്ങളെ ഭേദിച്ചവൻ, ത്രിപുരങ്ങളെ ഭേദിച്ചവൻ, ആ 3 രാക്ഷസന്മാരെ, ദൈത്യന്മാരെ വധിച്ചവൻ പുരഭിത് ശിവൻ. ഗതസ്ത്വൽപ്രിയ പ്രേക്ഷണാർത്ഥി, എന്തിനു വേണ്ടി പോയത്? ത്വൽപ്രിയ പ്രേക്ഷണാർത്ഥി. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഭക്തൻ, അങ്ങയുടെ ഭക്തനെ കാണണം എന്നുള്ള ആഗ്രഹം. ത്വൽപ്രിയ പ്രേക്ഷണാർത്ഥി. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഭക്തനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ശിവൻ പാർവതിയോടുകൂടി ആ പുഷ്പഭദ്ര തീരത്ത് മാർക്കണ്ഡേയൻ്റെ ആശ്രമത്തിൽ വന്നു. മാർക്കണ്ഡേയൻ ശിവനെ സ്തുതിച്ചു. അങ്ങനെ സ്തുതിച്ചു നിൽക്കുന്നതായ മാർക്കണ്ഡേയനോട് വരങ്ങൾ ചോദിച്ചു. വേണ്ട, ഒരു വരവും എനിക്ക് വേണ്ട. അല്ല, ഞാൻ വന്നാൽ എന്തെങ്കിലും തന്നിട്ടേ പോവും. സിദ്ധാനേവാസ്യ ദത്വാ, എല്ലാം കിട്ടിക്കഴിഞ്ഞ ആളാണ്. നേരത്തെ തന്നെ ചിരായുവാക്കി ആണ് അയച്ചിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഭഗവാൻ എല്ലാം കിട്ടിയിരിക്കുന്നതായ ആ മാർക്കണ്ഡേയന് സ്വയം അയം അജരാമൃത്യുദാദീൻ, അജര, ജരയില്ലാത്ത അവസ്ഥ, ഒരിക്കലും വാർദ്ധക്യം ബാധിക്കില്ല. അമൃത്യുത, ഒരിക്കലും മരണമില്ല. മുതലായത് ഗതോഭുൽ, കൊടുത്തിട്ട് പോയി. ചോദിച്ചില്ല, ചോദിക്കാതെ കണ്ട് ദീർഘായുഷ്മാനായിട്ടിരിക്കട്ടെ, നിരന്തരം ഭഗവാനെ ഭജിക്കാൻ സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പോയി. ഇനി മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നെനിക്ക് വരികയാണ്. ഗുരുവായൂരപ്പൻ ആരാണ്? വിഷ്ണുവാണ്. ത്രിമൂർത്തികളിൽ വിഷ്ണുവാണ് ശ്രേഷ്ഠൻ. എന്തുകൊണ്ട്? സത്വഗുണി വിഷ്ണുവാണ്. ഭൃഗുമഹർഷി പോയി കണ്ടുപിടിച്ചതാണത്. ത്രിമൂർത്തികളിൽ സത്വഗുണി വിഷ്ണു മാത്രമാണ്. അപ്പോൾ ത്വൽ സേവയൈവ, അങ്ങയുടെ സേവ തന്നെ, അങ്ങയുടെ പൂജാദികൾ മുതലായത് ശിവൻ പോലും ചെയ്യുന്നു. അങ്ങയെ മാത്രമല്ല അങ്ങയുടെ ഭക്തന്മാരെയും കണ്ട് അനുഗ്രഹിക്കുന്നു. ത്വൽപ്രിയ പ്രേക്ഷണാർത്ഥി, അങ്ങക്ക് പ്രിയപ്പെട്ടവരായ ആ ഭക്തന്മാരെ കാണാൻ വേണ്ടി ശിവൻ ഇങ്ങനെ ഓടി നടക്കുന്നു. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കണം? സ്മരരിപുരവി, സ്മരൻ കാമദേവൻ, കാമദേവൻ്റെ ശത്രുവായ ആ ശിവൻ പോലും ത്വൽ സേവയൈവ, അങ്ങയെ എപ്പോഴും സേവിച്ചുകൊണ്ട് ഭജിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. സംപ്രിയതേ, അങ്ങയെ സേവിക്കുന്നതാണ് ഭഗവാന് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതെന്നർത്ഥം. അപ്പോൾ ആനന്ദം നേടാൻ വേണ്ടി ശിവൻ എവിടെ വിഷ്ണു ഉണ്ടോ അവിടെ എത്തുന്നു എന്ന് മാത്രമല്ല, വിഷ്ണുവിൻ്റെ ഭക്തന്മാരുടെ അടുത്തും എത്തി അവരെ അനുഗ്രഹിക്കുന്നു. പ്രചേതസ്സുകൾ നേരത്തെ പോയത്.
അവർ വരുന്നതിന് മുമ്പ് തന്നെ ശിവൻ അവരെ കണ്ട് അവർക്ക് യോഗാദേശ മന്ത്രം പറഞ്ഞുകൊടുത്ത് അവരെ അവിടെ ഇരുത്തിയിട്ടാണ് ശിവൻ പോകുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഭക്തന്മാരെ കാണുന്ന അദ്ദേഹത്തിന് വലുതായ ഒരു ആഗ്രഹമാണ് എന്നർത്ഥം. തസ്മാത് ആത്മത്വം. 3 മൂർത്തികളാണ്, ത്രിമൂർത്തികൾ. ആ മൂർത്തികളിൽ ഭഗവാൻ ത്രിമൂർത്തി സ്വരൂപനാണ്. 3 മൂർത്തികളും വിഷ്ണുവിലുണ്ട് എന്നർത്ഥം. അതായത് വിഷ്ണു ബ്രഹ്മം തന്നെ എന്നർത്ഥം. ബ്രഹ്മത്തിലാണ് എല്ലാം ഉള്ളത്. ആ ബ്രഹ്മം തൻ്റെ മായയുടെ സത്വഗുണത്തിനെ സ്വീകരിച്ചിട്ടാണ് വിഷ്ണു ആവുന്നത്. ആ വിഷ്ണുവാണ് എല്ലാം വിരാട് പുരുഷൻ എല്ലാം സൃഷ്ടിച്ച് സത്യലോകത്തിൽ പോയി ബ്രഹ്മാവായിട്ടിരിക്കുന്നത്. ആ ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്നാണ് ശിവൻ വരുന്നത്. അപ്പോൾ വിഷ്ണുവാണ് ഏറ്റവും ശ്രേഷ്ഠൻ. മൂർത്തിത്രയാത്മക ത്വം. ഹേ ഗുരുവായൂരപ്പ, അങ്ങ് മൂർത്തിത്രയ സ്വരൂപനാണ്. ത്രിമൂർത്തികളും അങ്ങയിലുണ്ട്. അതായത് അങ്ങ് ബ്രഹ്മമാണ്. സത്വഗുണം സ്വീകരിച്ചുവെങ്കിലും, മായയുടെ സത്വഗുണം സ്വീകരിച്ചുവെങ്കിലും ആ മായ അങ്ങയെ ബാധിക്കുന്നില്ല. ഇതാണ് നമ്മളും നേടേണ്ടത്. സത്വഗുണത്തിലൂടെ ആ ഭഗവാനെ ഭജിച്ച് രജസ്തമോ ഗുണാത്മീയായ അവിദ്യാസ്വരൂപിണിയായ മായയെ മാറ്റി നിർത്തണം. മായ 2 വിധത്തിലിരിക്കുന്നു. വിദ്യാസ്വരൂപിണിയായ മായ സാത്വികി മായ, രജസ്തമോ ഗുണമുള്ളതായ അവിദ്യാമായ. അവിദ്യാമായ മാറ്റി നിർത്താൻ എന്താ വഴി? രജസും തമസും കുറയ്ക്കുക. രജസും തമസും കുറച്ച് എപ്പോൾ സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കുന്നുവോ നമ്മൾ അവിദ്യാസ്വരൂപിണിയായ മായയെ ആശ്രയിക്കുന്നു. ആ അവിദ്യാസ്വരൂപിണിയായ മായ തന്നെ നമ്മളെ ഭഗവാനിലെത്തിക്കും. അതാണിപ്പോൾ നമ്മളെല്ലാവരും ആശ്രയിച്ചിരിക്കുന്നത്. ഈ ഭഗവാന്റെ ഈ കഥകളിലൂടെ, നാമങ്ങളിലൂടെ, ലീലകളിലൂടെ വിദ്യാസ്വരൂപിണിയായ മായയെ ആശ്രയിച്ച് ആ ഭഗവാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മൂർത്തിത്രയാത്മകത്വം സകല നിയന്തേതി. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്, അധീനത്തിൽ വച്ചിരിക്കുന്നത് അങ്ങ് തന്നെയാണ്, വിഷ്ണു തന്നെയാണെന്നർത്ഥം. വിഷ്ണുവിനെയും ഗുരുവായൂരപ്പനെയും ഒന്നായി കാണുന്നു. വിഷ്ണു ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ ബ്രഹ്മം തന്നെ. സകല നിയന്ത ഇതി, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന, അത് സുവ്യക്തമാസിൽ, വളരെ വ്യക്തമല്ലേ, അതിൽ സംശയം വേണ്ട. അപ്പോൾ ശൈവന്മാരേക്കുള്ള ഒരടിയാണത്. ശൈവന്മാർ ശിവനാണ് ശ്രേഷ്ഠൻ എന്ന് പറയുന്നുണ്ട്. അല്ല, വിഷ്ണു തന്നെയാണ്. എന്തുകൊണ്ട്? വിഷ്ണു സാത്വികമായിട്ടുള്ളത് മാത്രം, സത്വഗുണമായിട്ടുള്ള ആ മായയെ സത്വഗുണം മാത്രം സ്വീകരിച്ച് രൂപം സ്വീകരിച്ച് വന്നിരിക്കുകയാണ്. അല്ലാണ്ട് മായ വിഷ്ണുവിനെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. ജീവാത്മാക്കളായ നമ്മളും അതുതന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് പൂർണ്ണമായിട്ടും സത്വഗുണം മാത്രമാക്കാൻ സാധ്യമല്ല. അല്പം രജസ്സും അല്പം തമസ്സും വേണം. എന്തുകൊണ്ട്? കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ രജഗുണവും, ഉറങ്ങണമെങ്കിൽ തമോ ഗുണവും വേണം. അത് രണ്ടും അല്പം അല്പം ഇരിക്കട്ടെ. കഴിയുന്നത്ര സത്വഗുണത്തിനെ വർദ്ധിപ്പിച്ച് ആ മൂർത്തിത്രയാത്മകനായ വിഷ്ണു, അദ്ദേഹം സാത്വികനാണ്. അതുകൊണ്ടാണ് വിഷ്ണുവിനെ ഭജിക്കണം എന്ന് പറയുന്നത്. അതാണ്. പക്ഷെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് ദേവനെ വേണമെങ്കിൽ ഭജിച്ചോളൂ. യോ യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ അചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം.
നിങ്ങൾക്ക് ഏത് ദേവനെ വേണമെങ്കിൽ ഭജിച്ചോളൂ. ദേവൻ കൂടിയല്ല, തനു എന്നാണ് പറഞ്ഞിരിക്കണേ. ഏത് ശരീരം വേണമെങ്കിൽ, അവർ കല്ലിനെ വേണമെങ്കിൽ ഭജിച്ചോളൂ. ആ ഭക്തൻ്റെ ശ്രദ്ധയെ ഞാൻ ഉറപ്പിക്കും അതിൽ. സതയാ ശ്രദ്ധയാ യുക്ത, ആ ശ്രദ്ധയോടുകൂടി ആ ദേവനെ അയാൾ ഭജിക്കും. തസ്യ ആരാധനമീഹതേ, ശ്രദ്ധയോടുകൂടി അയാൾ ആ ദേവനെ പൂജിക്കും. ലഭതേജ തതക്കാമാൻ, ആ ദേവനിൽ നിന്ന് തൻ്റെ ആഗ്രഹം എന്തോ അത് സാധിക്കും. ആരാ കൊടുത്തത്? മയൈവ വിഹിതാൻ ഗീതാൻ, ഞാനാണ്. ആ ദേവന് ഞാൻ അറിയാതെ കണ്ട്, ഇയാൾ അറിയാതെ കണ്ട് കൊടുക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മം മായയുടെ സത്വഗുണത്തിനെ സ്വീകരിച്ച് ഒരു രൂപമെടുത്തതാണ് വിഷ്ണു. ആ വിഷ്ണു തന്നെയാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ ഗുരുവായൂരപ്പൻ മൂർത്തിത്രയാത്മകനാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഭജിക്കണം.